ഹേ ഡേയ്സ് മത്തായിശം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് 6 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 6 ദിവസത്തെ എൻ്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഒന്നാമതായി നമുക്കറിയാം എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നും അതായത് എന്താണ് ആ ഒരു പ്രോസസ്സിങ് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം കഷണ്ടിയുള്ള വ്യക്തികൾ ഇപ്പോൾ കുറച്ച് റീസെൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഒന്നാമതായി ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് കഷണ്ടിയായിട്ടുള്ള അതായത് പാരമ്പര്യമായിട്ട് നല്ല രീതിയിൽ മുടി പോകുന്ന വ്യക്തികൾ ആണ് എങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. കാരണം ഞാനും അതുപോലുള്ളൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഒരു 18-19 വയസ്സ് മുതൽ തന്നെ നല്ല രീതിയിൽ ഹെയർ ഫോളിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹെയർ ഇല്ലാതെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള ഓയിൽസ് അതുപോലുള്ള മുടി വളരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെയർ ഇല്ലാത്തവർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ ആൻഡ് മെയിൻ കാര്യമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്ലിനിക്ക് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഇപ്പം റീസെൻ്റായിട്ട് ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകൾ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ എല്ലാ ആഡ്സിലും നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകളെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾക്കൊരു 2-3 വർഷം മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിനിക്കുകളുടെയൊക്കെ എണ്ണം വളരെ കുറവായിരുന്നു. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന് പോലും അറിയാതെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് അങ്ങനെയല്ല, എല്ലാവരും കഷണ്ടിയുള്ള എല്ലാവരും തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകളും അതുപോലെ റിസൾട്ടൊന്നും ഇല്ലാതെ ഉള്ള ക്ലിനിക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ആ ക്ലിനിക്ക് സെർച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ റിവ്യൂവും അതുപോലെ ആ ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ക്ലിനിക്കുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ഫേമസ് ആയിട്ട് സിറ്റീസ്, അതായത് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, എറണാകുളം അങ്ങനെ പല ഫേമസ് സിറ്റീസിലും ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ക്ലിനിക്കുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ക്ലിനിക്ക് ചൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ക്ലിനിക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് തട്ടിപ്പ് ആകാൻ പാടില്ല. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തലയാണ്. അപ്പോൾ കഷണ്ടി ഉള്ളവർക്കറിയാം നമ്മൾ ഒരുപാട് ആഗ്രഹത്തോടെ ആശിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ അത് നിങ്ങൾ ചെയ്യണം ഒന്നാമതായി. അപ്പോൾ രണ്ടാമതായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോയുടെ അടിയിൽ ചെന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, എന്താണ് ആരും പൈസ പറയാത്തത്, എന്താണ് ആരും ഇതിൻ്റെ ആക്ച്വൽ എമൗണ്ട് പറയാത്തത് എന്നുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും തല ഒരുപോലെ അല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡോണർ ഏരിയ അത്ര വീക്ക് അല്ലാതെ നമുക്ക് ഹെയർ അതിൽ നിന്ന് എടുക്കാനുള്ള അത്ര ഏരിയ ഉണ്ടാവണം. അതാണ് മെയിൻ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. കഷണ്ടി ഉള്ളവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിന് പോസിബിൾ ആണോ നമ്മുടെ ഹെയറിൽ നിന്ന്, അതായത് ബാക്കിൽ നിന്ന് ഹെയർ എടുത്ത് ഇംപ്ലാന്റ് ചെയ്യാൻ നമുക്ക് ഡോണർ ഏരിയ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി എത്ര എമൗണ്ട് ആവുകയുള്ളൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അവർക്ക് ചിലവായ പൈസ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, വീഡിയോ ചെയ്യുന്ന ആർക്കും തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ശരിക്കും വളരെ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെന്നതിന് ശേഷമൊന്നും അല്ല നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 6 മണിക്കൂർ ആവശ്യമുണ്ടായിരുന്നു. 6 മണിക്കൂറിന് ശേഷമാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞത്. കാരണം നമ്മൾ രാവിലെ തന്നെ അവിടെ ചെല്ലുന്നു, നമ്മളുടെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതിനുശേഷം ലോങ് ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഹെയർ ബാക്ക് ഏരിയയിൽ നിന്നും ഡോണർ ഏരിയയിൽ നിന്നും ഹെയർ എടുക്കാൻ നമ്മൾക്ക് കമിഴ്ന്ന് കിടക്കേണ്ട സിറ്റുവേഷൻസ് വരും. അതൊരു 3-4 മണിക്കൂറോളം കണ്ടിന്യൂസ് കിടക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നമ്മളുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും അതുപോലെ തന്നെ അത്രയും അതിൽ സമയം അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ കൂടുതൽ സമയം എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആവശ്യമാണ്. കാരണം
ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വേഗം ചെയ്യുന്ന ഒരു പ്രൊസീജിയറല്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നവർ ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ കുറച്ച് പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ കിടക്കുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ ഏതൊരു കാര്യം നമ്മളൊരു സർജറിയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിന് കുറച്ച് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെങ്കിലും ഉണ്ടാകും. അനസ്തേഷ്യയ്ക്ക് പെയിൻ ഉണ്ടാകും, അതുപോലെ ഇത്രയും സമയം കിടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർ ഈ കാര്യവും ശ്രദ്ധിക്കും. അതുപോലെ പിന്നെ ഒരു കാര്യമാണ്, നമ്മൾക്ക് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, അത് നല്ല പൈസ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് സാധാരണപ്പെട്ട ആളുകൾക്കും ചെയ്യാം. കാരണം ഇപ്പം നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് EMI ഓപ്ഷൻ ഉണ്ട്. അതായത് ബജാജ് പോലുള്ള അതിൻ്റെ EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് മാത്രം അടച്ചുകൊണ്ട് തന്നെ നമുക്ക് EMI ആയിട്ടും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സാധാരണപ്പെട്ട ആളുകൾക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അതിനുശേഷം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 10 ദിവസം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ഞാൻ ചെയ്തത് എവിടെയാണ് എന്നുള്ളതും അതുപോലെ മറ്റ് കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെന്ന് കാണുക. അപ്പോൾ മുടിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പൈസയുടെ കാര്യം നിങ്ങളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് പെർ ഗ്രാഫ്റ്റ് 18 to 20, 22 വരെ ചെയ്യുന്ന ക്ലിനിക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ലോ പ്രൈസിൽ എന്താ പറയുക ചീപ്പായിട്ട് ചെയ്യാതെ കുറച്ച് നമ്മൾ ചെയ്യുമ്പോൾ, അതായത് തലയുടെ കാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾക്ക് എത്രയാണ് നമ്മൾക്ക് വേണ്ട ഗ്രാഫ്റ്റ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു 4000 ഗ്രാഫ്റ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ 4000 ഇൻറ്റു എത്ര പെർ ഗ്രാഫ്റ്റിന് എത്രയാണ് ആ ക്ലിനിക്ക് ചാർജ് ചെയ്യുന്നത്. ചില ക്ലിനിക്കുകൾ 18 ആയിരിക്കും, ചിലത് 20 ആയിരിക്കും, 22 ആയിരിക്കും, ചിലർ 19 ആയിരിക്കും. അപ്പോൾ ആ എത്ര ഗ്രാഫ്റ്റ് ഇൻറ്റു ആ എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എമൗണ്ട് അറിയാൻ പറ്റും. അതിന് നമ്മൾ ക്ലിനിക്ക് വിസിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണെങ്കിലും ഒരു 50K 50,000 രൂപയിൽ കൂടുതൽ നമുക്ക് ആക്ച്വൽ പ്രൈസ് ആകും എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ, ഞാൻ ചെയ്ത ക്ലിനിക്ക് കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആഡിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏതായാലും ഇത്രയും ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്ത് വൈസ് ഒക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇത് ചെയ്യാനോ ചെയ്യുന്നവരോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് കാണുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വരുന്ന വരെ താങ്ക് യു.